ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ടോളിവുഡ് ഇൻഡസ്ട്രിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ദം ഇഡ്ഡലി. ഉറപ്പായിട്ടും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ദം ഇഡ്ഡലി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ദം ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ 2 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഒരാൾക്കുള്ള ദം ഇഡ്ഡലിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. ഇതിന് ചെറിയ പീസാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ ഈ ഒരു വലിപ്പത്തിന് നമ്മുടെ ഇഡ്ഡലി എല്ലാം ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും കട്ട് ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടത്, ഞാനിപ്പോൾ ഒരു സോസ് പാനിൽ 2 കപ്പ് അളവിൽ സാമ്പാർ എടുത്തിട്ടുണ്ട്. സാമ്പാർ എടുക്കുമ്പോൾ ഒരുപാട് കട്ടിയുള്ള സാമ്പാറാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഒരു കട്ടി ഒന്ന് കുറച്ചെടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഇഡ്ഡലി ചേർക്കുമ്പോഴത്തേക്കും ഇഡ്ഡലി കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വലിച്ചെടുക്കും. അപ്പോഴേക്കും നല്ല കട്ടിയായി പോകും. അങ്ങനെ വരുമ്പോഴത്തേക്കും തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ 2 ഇഡ്ഡലിക്ക് 2 കപ്പ് അളവിൽ സാമ്പാർ മതിയാവും. അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. സാമ്പാർ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചേർക്കാം. ഇഡ്ഡലി ചേർത്ത് ലൈറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈ 2 ഇഡ്ഡലിക്ക് ഒരു ഉഴുന്നുവടയാണ് കേട്ടോ. ഉഴുന്നുവട ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഉഴുന്നുവട എപ്പോഴും നമുക്ക് കിട്ടാവുന്നതല്ല, നമ്മൾ വീട്ടിലുണ്ടാകുന്നതല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ഉഴുന്നുവട ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്തിട്ടും ഈ ദം ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ട അടുത്ത ചേരുവ ഇഡ്ഡലിപ്പൊടിയാണ്, അതായത് ദോശപ്പൊടി. അപ്പോൾ ഇഡ്ഡലിപ്പൊടി മസ്റ്റായിട്ട് വേണം കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കുകയാണ്. എക്സ്ട്രാ പിന്നീട് കൂടുതലായിട്ട് ആവശ്യമായിട്ടുണ്ട്. ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതെല്ലാം നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നതാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. പിന്നെ അടുത്ത ചേരുവ എന്ന് പറയുന്നത് മാങ്ങ അച്ചാറാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഏത് മാങ്ങ അച്ചാർ വേണമെങ്കിലും എടുക്കാം. കൂടുതൽ എനിക്ക് ടേസ്റ്റ് രുചികരമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കില്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാർ. അപ്പോൾ ആ ഒരു മാങ്ങ അച്ചാർ ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിനെസ്, അതായത് നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാകും കേട്ടോ നമ്മുടെ ഈ മാങ്ങയൊക്കെ കടിക്കാനായിട്ട്. അതെല്ലാം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാർ ചേർക്കാം. മാങ്ങ അച്ചാർ മാത്രമേ ഇതിൽ ചേർക്കാൻ പറ്റുള്ളൂ. മാങ്ങ അച്ചാർ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ പീസാക്കിയിട്ടാണ്, അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ചിലർക്കൊക്കെ ഈ ദം ഇഡ്ഡലി കഴിക്കാൻ താല്പര്യം, നന്നായിട്ട് തന്നെ ഇങ്ങനെ തവി വേച്ചിട്ട് ഇഡ്ഡലിയും ഉഴുന്നുവടയൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് വരണം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദം ഇഡ്ഡലി 3/4 ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് സമയത്ത് തിളപ്പിച്ച് ഇങ്ങനെ ഉടച്ചെടുക്കണം എന്നുള്ള ആവശ്യമില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ദം ഇഡ്ഡലി എല്ലാം ഞാനിപ്പോൾ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഡ്ഡലിപ്പൊടി എടുത്തിട്ടുണ്ട്. ആ ഇഡ്ഡലിപ്പൊടി മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് മാത്രം മതിയാവും. കൂടെ തന്നെ 1 ടീസ്പൂൺ നിറയെ തന്നെ മാങ്ങ അച്ചാറും കൂടി. ഇതിന് മുകളിലായിട്ട് ഒരല്പം മല്ലിയില ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂണോളം നെയ്യും കൂടിയാണ്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇതിലേക്ക് മസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ദം ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന് മുകളിലായിട്ട് ഒരല്പം മിച്ചർ അല്ലാന്നുണ്ടെങ്കിൽ ഓമപ്പൊടിയൊക്കെ ഒന്ന് അത് ചേർത്തിട്ടും സെർവ് ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും നമ്മളിത് കഴിക്കുമ്പോഴത്തേക്കും. വളരെ രുചികരമായിട്ടുള്ളൊരു ദം ഇഡ്ഡലിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇത് അധികം ഫേമസ് അല്ലാത്ത ഒന്നാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.